يلا صورة فوتو ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഡേ 3 വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ദമാമിലുള്ള ഒരു അടിപൊളി സ്പോട്ടിലോട്ടാണ്. ദമാമിലുള്ള ഡോൾഫിൻ വില്ലേജിലോട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടുവരാം. ഞങ്ങളിവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള എൻട്രി ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 10 റിയാലാണ് വരുന്നത്. ഇപ്പോൾ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ടിക്കറ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഏരിയ ഒന്നുമില്ല, പക്ഷേ കുറച്ചാണെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനും അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ ഓരോന്നിലും സെപ്പറേറ്റ് ടിക്കറ്റ് ചാർജാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിലൊന്നും കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കണ്ട് നടക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാഴ്ചകളും ഇവിടെ ഉണ്ട്. പിന്നെ മക്കളെയും കൊണ്ട് വന്നാൽ എന്തായാലും ഏതെങ്കിലും ഒന്നിൽ കയറൽ നിർബന്ധം തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ കയറാനെങ്കിലും മക്കൾ വാശി പിടിക്കും. അപ്പോൾ എല്ലാത്തിലും കയറൽ എന്തായാലും നമുക്ക് നടക്കില്ലല്ലോ, നമ്മളെ കീശ കാലിയാവും. അപ്പോൾ ഏതെങ്കിലും ഒന്നിലൊക്കെ ഇവിടെ വന്നാൽ കയറാൻ നോക്കാം. ഞങ്ങളിവിടെ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ അതല്ലാത്ത കാഴ്ചകളുമാണ് ഇന്ന് ഇതിൽ കാണിച്ചു തരുന്നത്. എനിക്കിതിൽ കണ്ടതിൽ വെച്ചിട്ട് ടിക്കറ്റ് എടുത്താൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറച്ചെങ്കിലും എൻജോയ് ചെയ്തിട്ട് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സ്വിമ്മിംഗ് പൂളും സ്ലൈഡ്സും ആണ് കേട്ടോ. ഇതിൽ കയറിയാൽ ഒരുപാട് ടൈം നമ്മൾ ഈ ഒരു സ്ലൈഡ്സിലും സ്വിമ്മിംഗ് പൂളിലും കളിക്കാനായിട്ട് പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സ്വിമ്മിംഗ് പൂളും സ്ലൈഡ്സൊക്കെ ഉള്ള ഇതിൽ കയറാനായിട്ട്. പക്ഷെ ഇവിടെ സ്ത്രീകളൊന്നും കയറുന്നതായിട്ട് കണ്ടില്ല, മക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തൊന്നുമില്ല. കാരണം അമ്നുവിനെ ആനിനെയും കയറ്റാനായിട്ട് നിന്നാൽ അവരുടെ കൂടെ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും, തനിച്ച് വിടാൻ പറ്റില്ല. പിന്നെ മക്കളെ നോക്കാനായിട്ട് അവിടെ ഒരുപാട് സെക്യൂരിറ്റി സ്റ്റാഫുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ എങ്കിലും അമ്നുവിന് അവനെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ ടിക്കറ്റ് എടുത്തില്ല. പിന്നെ ഇതാ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇതിപ്പോൾ ഹോഴ്സ് റൈഡിനായിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടൊക്കെയാണ് കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് അതിലിങ്ങനെ ഹോഴ്സിൻ്റെ ബാക്കിലിരുന്ന് ഇങ്ങനെ പോവാം. അതുപോലെ തന്നെ ഒരുപാട് സർക്കസ് ടീമുകൾ ഇങ്ങനെ ഇതിലൂടെ നടന്നു പോകുന്നത് കാണാം. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. പാമ്പിനെയൊക്കെ പിടിച്ച് കഴുത്തിലിങ്ങനെ വെച്ച് ഒരാളിങ്ങനെ നിൽക്കുന്നത് കാണാം. അത് നമ്മൾ ക്യാഷ് കൊടുത്താൽ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് പാമ്പിനെയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ എനിക്കൊരു രസമായിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. ഈ ഒരു ബോളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്.
പിന്നെ ഇതാ ഇവിടെ ഒരു ഗോസ്റ്റ് ഹൗസ് ഉണ്ട്, അതുപോലെ ഒരു സൂ ഉണ്ട്. അപ്പോൾ ഗോസ്റ്റ് ഹൗസിൽ മക്കൾക്ക് പേടിയായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. പിന്നെ സൂ ഉണ്ട്, സൂവിൽ ഞങ്ങൾ പിന്നെ കയറിയില്ല, കാരണം ഞങ്ങൾ റിയാദിൽ തന്നെ അടിപൊളി സൂ ഒരുപാട് തവണ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കയറിയിട്ടില്ല കേട്ടോ. ഇവിടെ അങ്ങനെ ഒന്നിലും ഞങ്ങൾ പ്രത്യേകിച്ച് കയറിയിട്ടൊന്നുമില്ല. കയറിയത് ആകെ ഒന്നിൽ മാത്രമാണ്. അത് എന്ന് പറയുന്നത് ഡോൾഫിൻ ഷോ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിലാണ് ഞങ്ങൾ ഇവിടെ കയറിയിട്ടുള്ളത്, അതിൽ മാത്രമാണ്. അത് മാത്രമല്ല പിന്നെ സർക്കസും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല, കാരണം അതിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടില്ല. ലയൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ലയൻ്റെ ഷോക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട് ജോക്കേഴ്സും ഒക്കെ ഞങ്ങളിങ്ങനെ ഇതിലൂടെ നടക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ സർക്കസിന് ഏകദേശം ഒരു 40 റിയാലൊക്കെയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നതെന്ന് തോന്നുന്നു. വണ്ടി പിന്നെ നമുക്കെല്ലാവർക്കും ഫാമിലി മൊത്തത്തിൽ കയറാൻ പറ്റിയിട്ടുള്ള ബോട്ടിങ്ങും ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല സെൻറ്റർ ഭാഗത്തായിട്ട് വലിയൊരു തടാകവും അതിൽ അങ്ങനെ ബോട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ബ്രിഡ്ജും ഉണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ കൂടാതെ തന്നെ ഇതിൽ ഒരുപാട് കാർ റൈഡുകൾ നടക്കുന്നുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കാർ എടുത്താൽ നമ്മൾ സ്വന്തമായിട്ട് റൈഡ് ചെയ്തുകൊണ്ട് ഈ പാർക്ക് മൊത്തത്തിൽ ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങാനായിട്ട് പറ്റും. ഇതിൽ ടിക്കറ്റ് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സർക്കസ് നടക്കുന്നത്. അപ്പോൾ ഞാനിതിലൂടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ജോക്കർ ഇങ്ങനെ നിന്ന് കൈ കൊണ്ട് ഇങ്ങനെ കാട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടില്ല, കാരണം ഡോൾഫിൻ ഷോ ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 7:30ക്കാണ് ഇനിയുള്ള ഷോ തുടങ്ങുന്നത്. വൈകുന്നേരം ഈവനിങ്ങിൽ 5 o'clock ശേഷമാണ് ഡോൾഫിൻ ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് ഓരോ ടൈമും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 7:30ക്ക് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വേഗം അങ്ങോട്ടേക്ക് പിന്നെ പോകാൻ തുടങ്ങി.
അപ്പോൾ ഈ സർക്കസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന സർക്കസിൻ്റെ പോലെ ഒരുപാട് വലിയ വേദികളൊന്നും അല്ല കേട്ടോ. ഒരു കുഞ്ഞ് സ്ഥലമാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള ഷോ തന്നെയാണ്. ലയണിൻ്റെ ഷോ ഒക്കെ ഉണ്ട്, കാണാൻ കുഴപ്പമൊന്നുമില്ല എന്നാണ് അറിഞ്ഞത് കേട്ടോ. ഈ ഡോൾഫിൻ വില്ലേജ് പാർക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. നല്ല ബീച്ചിൽ നിന്നുള്ള കാറ്റൊക്കെ വീശിങ്ങനെ ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡോൾഫിൻ ഷോക്കായിട്ടുള്ള ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഡോൾഫിൻ ഷോക്ക് എൻട്രി ടിക്കറ്റായിട്ട് വരുന്നത് ഒരാൾക്ക്, ഞങ്ങൾക്കിപ്പോൾ 4 ആൾക്ക് 180 എത്രയൊക്കെയാണ് വന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു 45 റിയാലൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ടിക്കറ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഒരു 2-3 മാസം മുമ്പൊക്കെ ഒരു 25 റിയാലൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ ഡോൾഫിൻ ഷോ ഇല്ലായിരുന്നു, സീ ലയണിൻ്റെ ഷോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡോൾഫിനിൻ്റെ ഷോയും കൂടി ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ടിക്കറ്റ് ഫെയർ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് 45 റിയാൽ ഒക്കെയാണ് വരുന്നത് കേട്ടോ. ഞാൻ ഇവിടെ ദമ്മാമിൽ ഈ ഒരു പ്ലേസ് സെലക്ട് ചെയ്യാൻ കാരണം ഈ ഒരു ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. കാരണം എൻ്റെ മക്കൾക്ക് ഈ ഒരു ഫിഷ്, അതുപോലെ ഡോൾഫിൻ, ഷാർക്ക് ഇവയൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ഡോൾഫിൻ ഷോ സെലക്ട് ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരു 45 റിയാൽ ടിക്കറ്റ് എടുത്ത് കയറിയാലും കാണാൻ കുറച്ച് ടൈം വെച്ച് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. കൂടുതൽ ടൈമും ഉള്ളത് നമ്മുടെ സീ ലയൺ ഷോ ആണ് കേട്ടോ. ആകെ കുറച്ച് ടൈമിലേ ഉള്ളൂ നമ്മളെ ഡോൾഫിൻ ഷോ കാണുന്നത്. ബാക്കി ടൈം മൊത്തം നമ്മുടെ സീ ലയൺ ഷോ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സീ ലയണിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. അത് ഞാൻ കുറച്ച് ഷോ കണ്ടിട്ട് ബാക്കി പറയാം.
ഇങ്ങനെ നമ്മുടെ തൊട്ടടുത്തൂടെയൊക്കെ ഈ സീ ലയൺ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട് സീറ്റ് മൊത്തത്തിൽ കാലിയായി കിടക്കുകയാണ്. ഫ്രണ്ട് സീറ്റിൽ ആരെയും ഇരിക്കാൻ അയക്കില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഇവർ ഒരുപാട് സ്റ്റാഫുകൾ ഇതികൂടെ നടക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. അതിന് സെപ്പറേറ്റ് എമൗണ്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഫോട്ടോ ആ ഒരു സീ ലയണിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ആ സ്റ്റാഫിൻ്റെ അടുത്ത് ചെന്നിട്ട് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എടുത്ത ഫോട്ടോ നമുക്ക് തരും കേട്ടോ. അതുപോലെ തന്നെ കുറേ റിങ്സൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നിട്ട് ആ ഒരു സീ ലയണിൻ്റെ അടുത്തോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ സീ ലയണ് അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും. അതൊക്കെ ഇതിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും.
നമ്മുടെ ഡോൾഫിൻ ഷോ ആണ് അടുത്തതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ പറഞ്ഞാൽ കുറച്ചൊക്കെ ഏകദേശം ഞാൻ മുഴുവനായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ഈ ഒരു ഡോൾഫിൻ ഷോ എന്താണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ച് എടുത്താൽ അത് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മൊത്തത്തിൽ ഈ ഒരു ഷോ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഡോൾഫിനെ വിളിക്കുമ്പോൾ ആ ഒരു ഡോൾഫിൻ്റെ സ്പീഡ് കാണാൻ അത്രക്കും സ്പീഡാണ് കേട്ടോ. ആ ഒരു വെള്ളത്തിലൂടെ അടിയിൽ കൂടെ പോകുന്നതും കൂടി നമുക്ക് ശരിക്ക് കാണാനായിട്ട് പറ്റും. ഡോൾഫിന് ആ വെള്ളത്തിൽ നിന്ന് നല്ല ഹൈയിൽ ചാടുന്നതൊക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും കേട്ടോ. കാരണം ഞാൻ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഡോൾഫിൻ ഷോ കാണുന്നത്. അപ്പോൾ എനിക്ക് ഏതായാലും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടുണ്ട്, നല്ല ഇഷ്ടമായി ഈ ഒരു ഷോ. പിന്നെ അമ്നുവിനെ കാണിക്കാനായിട്ടാണ് കാര്യമായിട്ട് ഞങ്ങൾ ഇതിലോട്ട് കയറിയത്. പക്ഷേ അമ്നു ശ്രദ്ധിച്ചത് ഈ ഒരു സീ ലയണിലും ഡോൾഫി ഷോലാരൊക്കെ കൂടുതലായിട്ടും ശ്രദ്ധിച്ചത് ഓഡിയൻസിനെയാണ് കേട്ടോ. എല്ലാവരും കൈയടിക്കുന്നതും ഓരോരുത്തരെ വീക്ഷിക്കുന്ന പരിപാടിയായിരുന്നു. കാരണം മക്കളല്ലേ, ഒരുപാട് നേരം ഷോ എത്രയായാലും എന്ത് ഇഷ്ടപ്പെടുന്നതാണെങ്കിലും ഒരുപാട് നേരമൊന്നും കണ്ടിരിക്കൂലല്ലോ. അപ്പോൾ അവന് ഞങ്ങളെ ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു, അവരൊക്കെ ശ്രദ്ധിക്കുന്ന പണിയായിരുന്നു അവന്.
അങ്ങനെ ഡോൾഫിൻ ഷോ ഇതോടുകൂടി അവസാനിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോ കഴിഞ്ഞിട്ടുണ്ട്, കാരണം അവരെല്ലാവരും അതിൻ്റെ ഉള്ളിലോട്ട് പോയി. അപ്പോൾ ഷോ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നപ്പോൾ ആരും ഇറങ്ങുന്നതൊന്നും കണ്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് ഇനി വരാൻ പോകുന്നത് എന്ന് എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സീ ലയണെ കണ്ടപ്പോൾ നമ്മൾ ആദ്യം കണ്ട സീ ലയണൊന്നും വളരെ ചെറുതാണ്, കാരണം അത്രക്കും തടിയുള്ള വലിയ സൈസിലുള്ള ഒരു സീ ലയൺ തന്നെയായിരുന്നു കേട്ടോ അത്. ഈ ഒരു സീ ലയണിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുത്ത് വന്നൊക്കെ ഷോ കാണിക്കാറുണ്ട്, പക്ഷേ ഇന്ന് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് മാത്രമേ ഷോ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം മൃഗങ്ങളല്ലേ, എല്ലായ്പ്പോഴും അവരുടെ മൂഡ് ഒരേപോലെ ആവണം എന്നില്ല, അതുകൊണ്ടായിരിക്കാം ഇന്ന് ഇവിടെ വെച്ചിട്ടുള്ള ഷോ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതോടുകൂടി ഷോ അവസാനിച്ചു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇനി എന്തെങ്കിലും വരാനുണ്ടോ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പോവാൻ തുടങ്ങി. ഷോ ഫിനിഷായി എന്നറിഞ്ഞപ്പോൾ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഏതായാലും നല്ല എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഡോൾഫിൻ ഷോ തന്നെയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ വേറെ ഒന്നിലും കയറിയിട്ടില്ലെങ്കിലും ഈ ഒരു ഡോൾഫിൻ ഷോയും അതുപോലെ ആ ഒരു സർക്കസ്, ആ ഒരു സ്വിമ്മിംഗ് പൂൾ, സ്ലൈഡ്സൊക്കെ ഉള്ള ആ സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ, അതിലൊക്കെ കയറിയാൽ നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്താൽ അതിനുള്ള ഷോ കാണാനായിട്ട് പറ്റുന്ന ഒന്ന് തന്നെയാണ്.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് വലിയൊരു മനുഷ്യനെ കണ്ടു കേട്ടോ. ഇത് കണ്ടോ, ഇയാളുടെ കാല് അത്രക്കും നീളമുള്ള കാലാണ്. അപ്പോൾ അമ്നുവിന് ഞാനിത് കാണിച്ചു കൊടുത്തപ്പോൾ അവനാകെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. കാരണം ഓനെ ആദ്യമായിട്ട് കാണിയിരിക്കും, അവന് എന്നല്ല ഞാൻ തന്നെ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. കാരണം ഞാൻ നാട്ടിലൊന്നും അങ്ങനെ അങ്ങോട്ട് സർക്കസിന് പോയ ഓർമ്മയിൽ ചെറുപ്പത്തിലൊക്കെ പോയ ഓർമ്മയാണ്. അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകൾ തന്നെ ഇവിടെ കാണാനുണ്ട്. ഇനിയിപ്പോൾ ഒന്നിലും കയറിയിട്ടില്ലെങ്കിലും നല്ല ഭംഗിയുള്ള കാഴ്ചകളും അതുപോലെ ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള സ്പേസൊക്കെ ഉണ്ട്. ഇപ്പോൾ ദമാമിൽ വരുന്നവർക്കും അതുപോലെ അൽക്കോബറിൽ വരുന്നവർക്കും അതുപോലെ തന്നെ ബഹ്റൈനിലോട്ട് വിസ പുതുക്കാനായിട്ട് വരുന്നവർക്കൊക്കെ വരാൻ പറ്റിയിട്ടുള്ള, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ഈ ഒരു ഡോൾഫിൻ വില്ലേജ് കാഴ്ചകളൊക്കെ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.